വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നാലെ കോഴിക്കോട് കൊടുവള്ളി നഗരസഭാ സെക്രട്ടറി അനധികൃത അവധിയിൽ പ്രവേശിച്ചതിൽ തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷിനെതിരെ നഗരസഭാ ചെയർമാൻ സെക്രട്ടറി ഇല്ലാത്ത പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് വകുപ്പിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടും ഒരു ഇടപെടലും ഉണ്ടായില്ലെന്ന് ചെയർമാൻ വെള്ളറ അബ്ദു 24-ഓട് പറഞ്ഞു. അതിനിടെ നഗരസഭാ സെക്രട്ടറിയെ പിന്തുണച്ച് CPIM രംഗത്ത് വന്നു. വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നാലെ നഗരസഭാ സെക്രട്ടറിയെ കാണാനില്ലെന്നായിരുന്നു പരാതി. റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ മനോജിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം സ്ഥലം മാറ്റിയിരുന്നു. നടപടി രേഖാമൂലം ലഭിച്ചില്ലെന്നും നഗരസഭാ പ്രവർത്തനങ്ങൾ താളം തെറ്റിയെന്നും ചെയർമാൻ വെള്ളറ അബ്ദു 24-നോട്. അദ്ദേഹം എവിടെയാണെന്ന് ചെയർമാൻ അറിയില്ല എന്ന് മാത്രമല്ല, നഗരസഭ ഭരണരംഗത്ത് ഭയങ്കര പ്രതിസന്ധിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, കറണ്ട് ബില്ല് മാറിയിട്ടില്ല, ഇവിടെ അത്യാവശ്യം കൊടുക്കേണ്ട ബില്ലുകൾ മാറാൻ കഴിയുന്നില്ല. UDF ഭീഷണി മൂലമാണ് സെക്രട്ടറിക്ക് നഗരസഭയിലെത്താൻ കഴിയാത്തതെന്ന് CPM താമരശ്ശേരി ഏരിയ സെക്രട്ടറി ബാബു K 24-നോട്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നും പ്രശ്നപരിഹാരത്തിനായി പുതിയ സെക്രട്ടറിയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ. ഇപ്പോൾ ഉള്ള പോയിന്റാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ കംപ്ലയിൻസിൻ്റെ ഇൻഡിവിജ്വൽ ഓർഡേഴ്സ് എനിക്ക് ആവശ്യമുണ്ട്. അതിൽ പാട്ടായിട്ട് സെക്രട്ടറി ഇപ്പോൾ അവിടെ ഇതുവരെ ഈ ഇഷ്യൂസ് സോൾവ് ചെയ്തിട്ടില്ല, എൻക്വയറി ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ SEC സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനായിട്ട് റെക്കമെൻഡ് ചെയ്തു. അത് ഒരു പുതിയ ആൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിയമിക്കണം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രദേശവാസികളും UDF നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. മന്ത്രി MB രാജേഷിനെതിരെയും പ്രതിഷേധമുണ്ട്. 37 വാർഡുകളിലെ വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ നഗരസഭയിലില്ല എന്നതായിരുന്നു നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.